ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് പൊട്ടിക്കാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. നമുക്ക് എന്താ പറയാ കടയിൽ ചെന്നപ്പോൾ ഇതന്നെ വേണം. കിച്ചൺ സെറ്റ് പോയി നോക്കിയത്, പക്ഷെ കിച്ചൺ സെറ്റ് കിട്ടിയില്ല. നമുക്ക് ഡോക്ടർ സെറ്റാണ് കിട്ടിയത്. അവൾക്ക് വാശി പിടിച്ചു അവൾക്ക് ഇതന്നെ വേണം. നമുക്ക് തുറന്നു നോക്കിയാലോ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഡോക്ടർ സെറ്റ് വെച്ച് കളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ തലയിൽ വെക്കുന്ന ഹെയർ ബാൻഡ് ഇല്ലേ, അത് വളച്ച് വെച്ചിട്ട് അതുമേ നൂല് ചുറ്റിയിട്ട് ഒരു ക്ലിപ്പോ എന്തെങ്കിലും ഇടും. അത് വെച്ചിട്ടാണ് നമ്മൾ ഡോക്ടറിൻ്റെ സ്റ്റെതസ്കോപ്പായിട്ട് നമ്മൾ ഉപയോഗിച്ച് കളിച്ചിരുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം നമുക്ക് കടയിൽ വാങ്ങി കിട്ടുമല്ലോ. അപ്പം പൊളിക്കാനും കൂടെ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവിടെ ഓരോന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ. പക്ഷെ പിള്ളേർ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്, കുറേ നേരം കളിക്കും. ഈ മൊബൈലും ടി വിയും കാണുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് പിള്ളേർക്ക് ഇതുപോലത്തെ വാങ്ങിച്ചു കൊടുത്താൽ ഞവറ്റങ്ങളായിട്ട് ഇന്ന് കളിക്കുന്നത്. ചെള്ള എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്ന് എല്ലാ പാത്രങ്ങളും എടുത്തുകൊണ്ട് പോകട്ടോ. എന്നിട്ട് അവൾ കിച്ചണിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. സ്പൂണായാലും കത്തിയായാലും എല്ലാം എടുത്തോട്ട് പോയിട്ട് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കിച്ചൺ സെറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഇരുന്ന് അവൾ കളിക്കില്ലോ എന്ന് ഓർത്തിട്ട് നോക്കിയപ്പോൾ അവിടെ കിട്ടിയിരുന്നില്ല. പക്ഷേ ഡോക്ടർ സെറ്റ് കണ്ടപ്പോൾ അവൾ വാശി പിടിച്ച് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പിന്നെ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, കുറച്ച് നേരമെങ്കിലും അതിൽ നിന്ന് ഒരു ഇടവേളയാവട്ടെ. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് നമുക്ക് പുറത്ത് പോയി വീട്ട് കളിപ്പിക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ പിള്ളേർക്ക് ആകെ ബോറടിക്കില്ലേ. എത്ര നേരം വെച്ചാൽ ടി വി കാണാം. മുടി വെട്ടവരല്ല, ഇഞ്ചക്ഷൻ. എന്തൊക്കെയോ ഞാൻ കൊത്തിപ്പിടിച്ചിരിക്കണല്ലോ കർത്താവേ.